ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കേട്ടൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, റിയൽമി XT ആണോ അതോ റെഡ്മി നോട്ട് 8 Pro ആണോ ക്യാമറ ക്വാളിറ്റിയിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, റിയൽമി XT നന്നായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ റെഡ്മിയുടെ പെർഫോമൻസ് അത്ര പോരാ. അതുപോലെ റെഡ്മിക്ക് ചില കീ പെർഫോമൻസ് ഏരിയകളുണ്ട്, അവിടെ XTയുടെ പെർഫോമൻസ് അടുത്ത് പോലും വരത്തില്ല. കൂടുതൽ ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എറ്റ്യു. റെഡ്മി നോട്ട് 8 Proയുടെ ഈ ക്യാമറ റിവ്യൂവിൽ നമ്മൾ പ്രധാനമായിട്ടും 5 മേഖലകൾ നോക്കും. ജനറൽ ഫോട്ടോഗ്രാഫി, സെൽഫീസ്, പോർട്രേറ്റ്സ്, വീഡിയോസ്, അഞ്ചാമതായി സോഫ്റ്റ്വെയറോ പറയാം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാമറ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്പെക്കുകളുണ്ട്. 64 മെഗാപിക്സൽ f1.89 പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സൽ 120° ഒരു അൾട്രാവൈഡ് ക്യാമറയും 2 മെഗാപിക്സൽ ഡെപ്ത്, അതുപോലെ തന്നെ 2 മെഗാപിക്സൽ മാക്രോ ക്യാമറയാണ് ഈ ഡിവൈസിൻ്റെ പുറകുവശത്തുള്ളത്. ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡിനൊപ്പം 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയും ഈ ഡിവൈസിനുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് സ്പെക്കുകൾ. ഇനി ഇതെങ്ങനെ ജനറൽ ലൈഫിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ്, ജനറൽ ഫോട്ടോഗ്രാഫിയിൽ ഈ ഡിവൈസിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ഞാൻ ആദ്യമേ കുറച്ച് സാമ്പിളുകൾ കാണിക്കാം, ഞാൻ മിണ്ടാതിരിക്കാം. ആ സാമ്പിളുകൾ തന്നെ നിങ്ങളോട് സംസാരിക്കട്ടെ. ഈ ഫോട്ടോഗ്രാഫുകളൊന്നും 64 മെഗാപിക്സൽ മോഡിൽ എടുത്തതല്ല. ഇതെല്ലാം 16 മെഗാപിക്സൽ, അതായത് 4 പിക്സലുകൾ ഒന്നിച്ച് വന്ന് കമ്പൈൻഡ് എടുത്ത ഫോട്ടോകളാണ്. ഹൈലൈറ്റ്സും ഷാഡോസും ഒക്കെ സൂപ്പർബാണ്. ഇതൊരു ഡേ ലൈറ്റ് ഷോട്ടാണ് കൊച്ചി വെച്ചെടുത്തത്. സൂപ്പർബ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്ത് രീതിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും, ക്ലോസ് ബൈ ആയിക്കോട്ടെ, വൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിയർലി മാക്രോ ആയിക്കോട്ടെ, നല്ല ഇമേജുകൾ. ടെക്നിക്കൽ ജാർഗൺ മാറ്റി നിർത്തിയാൽ നിങ്ങൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്മാർട്ട് ഫോൺ ക്യാമറ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ക്യാമറ സൊല്യൂഷനാണ് ഈ ഡിവൈസിന് ലഭിച്ചിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം കാണിക്കാം. ഇത് 64 മെഗാപിക്സൽ എടുത്ത ഫോട്ടോഗ്രാഫാണ്. 28 MB ആണ് കേട്ടോ ഇതിൻ്റെ ഫയൽ സൈസ്. സൂപ്പർ ഡീറ്റെയിൽഡാണ്. ഇനി ഇത് നോർമൽ 16 മെഗാപിക്സൽ ഒരു ഫോട്ടോഗ്രാഫ്. ഇനി ഇതിൻ്റെ വൈഡ് ആംഗിൾ ഫോട്ടോ നിങ്ങളെ കാണിക്കാം. ഇത്രയും വലിയതായിട്ടുള്ളൊരു സ്കോപ്പാണ് നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറ ലഭിക്കുന്നത്. ഇനി 2x സൂം. അപ്പം ഇതും എല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴേക്കും വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ക്യാമറ സൊല്യൂഷനാണ് ഇവിടെ നമുക്ക് റെഡ്മി നോട്ട് 8 Proയിൽ ലഭിക്കുന്നത്. നൈറ്റ് ടൈം ഫോട്ടോഗ്രാഫി നന്നായിരുന്നു. നൈറ്റ് മോഡും അതിൻ്റെ ധർമ്മം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി മാക്രോ ഫോട്ടോഗ്രാഫിയിലോട്ട് വരാം. ഇതും ജനറൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു ഭാഗമാണ്. പക്ഷേ റിയൽമി XTയേക്കാളും എന്തുകൊണ്ടും നല്ലൊരു പെർഫോമൻസാണ് റെഡ്മി നോട്ട് 8 Proയുടെ 2 മെഗാപിക്സൽ ക്യാമറ നൽകുന്നത്. യൂസബിൾ ആയിട്ടുള്ള ഇമേജാണ്. റിയൽമി XTയുടെ 2 മെഗാപിക്സൽ ക്യാമറയിൽ നിന്ന് വന്ന ഇമേജുകളൊന്നും ഞാൻ ജമ്മത്ത് ഉപയോഗിക്കില്ല. കാരണം ക്വാളിറ്റി ഇല്ല. ഇവിടെ നമുക്ക് ആ ക്വാളിറ്റി ഗ്യാരണ്ടീഡ് ആണ്. അടുത്തത്, റെഡ്മി നോട്ട് 8 Pro എക്സൽ ചെയ്യുന്ന ഏരിയ സെൽഫീസ്. ഇതിൽ റിയൽമി XTക്ക് ഇതിൻ്റെ ഒപ്പം എത്താൻ പറ്റില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 20 മെഗാപിക്സൽ ക്യാമറ നല്ല സൂപ്പർബ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോട്ടുകൾ എടുക്കുന്നു എന്നുള്ളതാണ്. ശരിയാണ്, റിയൽമിക്ക് നല്ല ഒരു സെൻസറുണ്ട്. 16 മെഗാപിക്സൽ ഒട്ടും മോശമല്ല. പക്ഷേ ഇത്ര മാച്ച് ചെയ്തില്ല. അത്ര നല്ല ക്വാളിറ്റിയാണ് റെഡ്മിയുടെ ഔട്ട്പുട്ട് നൽകുന്നത്. ഇനി പോർട്രേറ്റ്സ്. ഇവിടെയാണ് റിയൽമി XT ജയിക്കുന്നത്. ബേസിക്കലി റെഡ്മിയുടെ പോർട്രേറ്റ്സിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ റെഡ്മി ഡിവൈസ് ഉപയോഗിക്കുന്ന ഒരാളാണ് പേഴ്സണലി. പക്ഷേ ISPയിലുണ്ടായൊരു മാറ്റമാവണം. അതായത് ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിലുണ്ടായൊരു മാറ്റമാവണം. ഈ ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എല്ലാ പോർട്രേറ്റുകളുടെയും ബാക്ക്ഗ്രൗണ്ട്, അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. വല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുകയും ഒരു സ്ട്രക്ചർ ഇല്ലാത്ത രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് വരികയും ചെയ്തൊരു ഇഷ്യൂ ആയി. ഇനി ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം കിട്ടിയൊരു പണിയാവാം. അൺഈവൻ ബ്ലർ ചില ഫോട്ടോകളിൽ കാണാനുണ്ടായിരുന്നു. പക്ഷേ അൺഈവൻ ബ്ലർ എല്ലാ ഫോട്ടോകളിലും വന്നു എന്നല്ല പറഞ്ഞ്, ചില ഇഷ്യൂസ് അതുപോലെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഫോട്ടോ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ചെവിയുടെ താഴെ ഇടത് വശത്ത് ആ അൺഈവൻ ബ്ലർ നല്ല വ്യക്തമായിട്ട് കാണാം. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് അല്ല. ഇനി വേറൊരു ഇഷ്യൂ, പ്രോസസ്സിങ് ഫോട്ടോ എന്ന് പറഞ്ഞ് ഈ നാടകത്തിനാണ്. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്ത് വരാനായിട്ട് അല്പം സമയമെടുക്കുന്നു. പോർട്രേറ്റിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത്. പോർട്രേറ്റ് മോഡ് സെൽഫീസിൽ ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളൊരു സെൽഫി ലവർ ആണെങ്കിൽ XTയേക്കാളും എന്തുകൊണ്ടും ഞാൻ റെഡ്മി നോട്ട് 8 Pro നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം പോർട്രേറ്റ് മോഡിലും അല്ലാത്തപ്പോഴും എല്ലാം സെൽഫീസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലാവട്ടെ, ഷാഡോസിലും അല്ലാത്തപ്പോഴും എല്ലാം സെൽഫീസ് നല്ല സൂപ്പർബായിട്ട് റിസൾട്ട് തന്നു. സോ ഐ ആം സാറ്റിസ്ഫൈഡ്. ഇനി അടുത്ത ഏരിയ ആണ് വീഡിയോസ്. ഇതല്പം നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്.
ഈ സെക്ഷനിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്: വ്ലോഗിംഗ് ഷോട്ട്സ്, മൂവിംഗ് ഷോട്ട്സ്, സ്ലോമോ. ആദ്യമേ വ്ലോഗിംഗ് ഷോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം. സെൽഫി ക്യാമറയുടെയും മൈക്കിൻ്റെയും പെർഫോമൻസ് ആണ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇത് റെഡ്മി നോട്ട് 8 പ്രോയുടെ സെൽഫി ക്യാം വെച്ചെടുക്കുന്ന വിഷ്വലാണ്. നോർമൽ സൗണ്ടിൽ സംസാരിക്കുന്നു, നോർമൽ സ്പീഡിൽ നടക്കുന്നു, ആംബിയൻ നോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് ഈ ക്യാമറയുടെ പെർഫോമൻസ് എന്ന്. അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ഇതിൻ്റെ വോയിസ് റിസപ്ഷൻ എന്നും കൂടെ നിങ്ങൾക്ക് നോക്കാൻ കഴിയും. എത്രമാത്രം നന്നായിട്ട് ഈ ഓഡിയോ ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ സ്റ്റെബിലൈസേഷൻ ഒരു പരിധി വരെ ഉണ്ട്. അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ കഴിയും. XT ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഈ ക്യാമറ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഇനി മൂവിംഗ് ഷോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഇവിടെ റിയൽമി XTയുടെ ഔട്ട്പുട്ടാണ് അല്പം കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം റെഡ്മി നോട്ട് 8 പ്രോ സ്റ്റെബിലൈസേഷൻ ഉണ്ടായിട്ട് പോലും ഇതൊരു റഫ് ഏരിയ ആണ്. നമ്മളിവിടെ സ്റ്റെബിലൈസേഷൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അല്പം കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഏരിയയിലോട്ട് നമ്മൾ നടന്നു പോകുമ്പോഴും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല ഔട്ട്പുട്ടിന്. അത് ഒരു ചെറിയൊരു കോംപ്രമൈസ് ആയിട്ട് എനിക്ക് തോന്നി. റിയൽമി XTയുടെ ഒരു റിസൾട്ടായിരുന്നു അല്പം കൂടെ എനിക്ക് താല്പര്യമുള്ളതായിട്ട് തോന്നിയത്. ഇനി സ്ലോമോ എങ്ങനെയുണ്ടെന്ന് പറയാം. ഇവിടെ അല്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി റെഡ്മി നൽകുന്നുണ്ട്. റെഡ്മി 960 FPS സ്ലോമോ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് 960 FPS സ്ലോമോ ആണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ചിപ്പിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല സ്ലോമോകൾ 240 FPSലും 120 FPSലും ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇത് 120 FPSൽ ക്യാപ്ചർ ചെയ്തൊരു വിഷ്വലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 120 FPSോ അല്ലെങ്കിൽ 240 FPSോ തന്നെ മതി നമ്മുടെ നോർമലായിട്ടുള്ള ഒരു സിനിമാറ്റിക് സ്ലോമോ ക്യാപ്ചർ ചെയ്യാൻ. 960 FPS പറയുമ്പോൾ സെറ്റപ്പാണ്, അതുപോലെ തന്നെ ഷോ ഓഫിനും കൊള്ളാം. പക്ഷേ അതിൽ നിന്ന് വരുന്ന റിസൾട്ട് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് പാർട്ട്. ഇനി അടുത്ത ഏരിയയിലോട്ട് പോകാം, സോഫ്റ്റ്വെയർ. ഇവിടെയാണ് റെഡ്മി ശരിക്കും അല്പം മുന്നിലോട്ട് ചിന്തിച്ചത്. എല്ലാം അവർ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. പക്ഷേ 2x മോഡ് അത് റിയൽമിയുടെ അത്രയും വരത്തില്ല. പക്ഷേ റെഡ്മി ചെയ്ത എല്ലാ എഫോർട്ടിനെയും ഞാൻ ഒത്തിരി അധികം സ്വാഗതം ചെയ്യുന്നു. കാരണം എല്ലായിടത്തും എല്ലാ പിൻ പോയിൻറ്റിലും അവർ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ബേസ്ഡ് ആയിട്ടുള്ള സീൻ ഡിറ്റക്ഷൻ മുതൽ പ്രോ മോഡിൽ നമുക്ക് ലെൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ എല്ലാം വളരെ ഹാൻഡിയാണ്, വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ലെൻസ് മാറ്റാം, സൂം ചെയ്യാം. ഇതിനൊക്കെയുള്ള ഓപ്ഷനുകൾ വളരെ ഹാൻഡിയും അവൈലബിൾ ആയിട്ടും ഈ ക്യാമറ സോഫ്റ്റ്വെയറിൽ ലഭിക്കുന്നുണ്ട്. ഈ എല്ലാ ചെറിയ ഫീച്ചേഴ്സും ചെറിയ ട്വീക്സും നമ്മൾ ക്യാമറ ലവേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ ട്രാവൽ ചാനലൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ക്യാമറ നിങ്ങൾക്ക് അവിടെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സീൻ വരുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പല ആംഗിളുകളിൽ പല പെർസ്പെക്റ്റീവിലുള്ള ഫോട്ടോസ് എടുക്കാൻ കഴിയും. റെഡ്മി റിയൽമി ആയിട്ട് മത്സരിക്കുന്ന അടുത്ത ഏരിയ ഇതിൻ്റെ സൂം ഫംഗ്ഷനാണ്. ഈ ഡിവൈസും 2x ഡിജിറ്റൽ സൂം വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ 64 മെഗാപിക്സൽ സെൻസർ ഇഷ്ടംപോലെ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒത്തില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. റിയൽമി XTയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ റിവ്യൂ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഒരു അന്തസത്ത നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോഗ്രാഫിയിൽ റിയൽമിക്ക് അല്പം കൂടെ ഒരു മേൽക്കൈ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കൺക്ലൂഡിങ് തോട്ട്സ് ഇത്രയൊക്കെയാണ്. എന്നും റെഡ്മി ലൈനപ്പ് വാല്യൂ ഫോർ മണിയാണ്. ഇവിടെയും അങ്ങനെ തന്നെ നിൽക്കുന്നു. റെഡ്മി ലൈനപ്പ് വെച്ചിരിക്കുന്ന ആ ക്യാമറ ലെഗസി അത് റെഡ്മി നോട്ട് 8 പ്രോയും പിന്തുടരുന്നു. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ലൊരു ക്യാമറ ഡിവൈസ് തന്നെയാണ് നൽകുന്നത്. പക്ഷേ ക്യാമറ സെൻട്രിക് ആണോ ഈ ഡിവൈസ് എന്ന് ചോദിച്ചാൽ അല്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകളും നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ കാണാൻ കഴിയും. ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമോ ചോദ്യങ്ങളോ ഉണ്ടോ ദയവ് ചെയ്ത് അത് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.